ഗ്രാറ്റിറ്റ്യൂഡും മാനിഫെസ്റ്റേഷനും നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടെത്താൻ കഴിയും. നെഗറ്റീവ് തോട്ടുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഭയം, ആകാംക്ഷ, ഇതൊന്നും ഉണ്ടാവും. കൂൾ മൈൻഡ്. നമ്മൾ ചുമ്മാ രാവിലെ എണീറ്റ് നന്ദി പറയാം, ഓക്കെ, എന്നിട്ട് ഞാൻ ഏറ്റവും നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഒന്നാമതിനെ നല്ലപോലെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്തി എന്ന് വിചാരിച്ചാൽ ഇതൊന്നും വർക്കൗട്ടാകില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ളത് നല്ലൊരു അന്തരീക്ഷം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക. രണ്ടാമത്, അവർക്ക് അടിച്ചേൽപ്പിക്കാതെ ഇഷ്ടത്തോടെ അതിനെ നമ്മൾ 4-5 തവണ സന്തോഷത്തോടെ കൂടി തന്നെ അതിന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരിക്കൽ പോലും ഇത് മുടങ്ങാതെ നമ്മൾ അതുപോലെ കാവൽ നിന്ന് അവരെ അവരുടേതായ ചിന്തയിലൂടെ വളരാൻ അനുവദിച്ചാൽ ഡെയിലി രാവിലെ എണീക്കുക, ഒരു 9-9:30-ക്കുള്ളിൽ തന്നെ കുട്ടികൾ ഉറങ്ങുക, പ്രഭാത ഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും കറക്റ്റ് സമയത്ത് കഴിപ്പിച്ച് ആരോഗ്യമായിട്ടൊരു ജീവിതം, മെഡിറ്റേഷനും യോഗ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഒരു വാമപ്പോ എക്സസൈസോ കൊടുത്ത് ഈ ഒരു സങ്കല്പം അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് കുട്ടി എത്തും. ആ ലക്ഷ്യം എന്താണെന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ മാതൃക അല്ലെങ്കിൽ വഴികാട്ടി കൊടുക്കുക. ആ ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതെല്ലാം വർക്കൗട്ടാവും. ഇപ്പം ആ കുട്ടിക്ക് ഇഷ്ടം നന്നായിട്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് സ്വപ്നം കാണുക. ഞാൻ നന്നായിട്ട് സ്റ്റേജ് പെർഫോമൻസ് നടത്തി എന്ന് സ്വപ്നം കാണുക. അത് സാധ്യമാകാൻ നമുക്ക് അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കുട്ടിക്ക് കൊണ്ട് കൊടുക്കുക. അവരത് പഠിക്കുന്നു, അത് നടപ്പിലാക്കാൻ നമ്മളും സഹായിക്കുക. ഇത് ഒരു തവണ നമ്മൾ പരിശീലിപ്പിച്ചു കൊടുത്താൽ പിന്നെ നല്ല ഉന്നത വിജയം നേടുന്നതായിട്ടും നല്ല ജോലി കിട്ടുന്നതായിട്ടും യാത്രകൾ ചെയ്യുന്നതായിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിന് വേണ്ടി വർക്കൗട്ടും ചെയ്യുമ്പോൾ ഇത് നടക്കും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡും മാനിഫെസ്റ്റേഷനും ശരിയായ രീതിയിൽ പോസിറ്റീവ് തോട്ടോടുകൂടി റാഷണലായിട്ട് അഫർമേഷനും ഒക്കെ വർക്കൗട്ടായി നല്ല രീതിയിൽ മിടുക്കന്മാരും സമർത്ഥന്മാരുമാകാൻ ഇത് ചില ടൈമിൽ ഇത് വർക്കൗട്ടാകാൻ പോകാത്തത് നെഗറ്റീവ് തോട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിലൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ, അല്ലാതെ വളരെ കൂളായിട്ട് നിന്നാൽ പ്രപഞ്ചവും പ്രകൃതിയും നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം നമ്മുടെ കൂടെ ഒപ്പം നിൽക്കും. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു, എത്ര കിടക്കാൻ നേരത്തെ ചിന്തിക്കുക, രാവിലെ എഴുന്നേറ്റിരിക്കും ഉറപ്പ് എന്ന് ഒരു ദൃഢ